കൂട്ടം. അപ്പം നമ്മളെ നാട്ടിലെ ആനപ്രേമികൾക്ക് ഒരു സ്ഥലം ശ്രീലങ്കയിൽ. ഫുഡ് വാങ്ങുക, ഫുഡ് കൊടുക്കുക, ഫോട്ടോ എടുക്കുക, പുതിയതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുക. അവൻ കയറിപ്പോകുന്ന കുളിച്ച് കഴിഞ്ഞു കയറിപ്പോകുന്നു. ബാക്കിൽ പാപ്പാമാർ നിന്ന് ഷോപ്പിൻ്റെ സൈഡിലൂടെ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് എലിഫൻ്റ് ഓർഫനേജിലേക്കാണ്. അപ്പം എലിഫൻ്റ് കുളിക്കാൻ ഇറങ്ങുന്ന സമയം 10:30 മണി, 10 to 12 അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 10 മണിയായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 12 മണി വരെ. ലോകത്തിലെ ഈ ഒരു സിസ്റ്റം ശ്രീലങ്കയിൽ മാത്രമേ ഉള്ളൂ. എലിഫൻ്റ് ഓർഫനേജ് എന്നാണ് അതിന് പറയാം. ആന കുളിക്കാൻ വരിക, നമുക്ക് ഭക്ഷണം കൊടുക്കാം, എന്നിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും. ഇങ്ങനൊരു സിസ്റ്റം. എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, നമ്മള് ക്യാൻറ്റീനിലേക്കുള്ള ചുരം കയറല് തുടങ്ങി. നമ്മളെ താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ തോന്നുന്നു. പറയുന്നേക്ക് എന്ത് തോന്നുന്നു? എല്ലാം ഒരു ആനമയം. എല്ലാ മയവും ആനമയം. ഫുള്ള് ഡ്രസ്സ്, തൊപ്പി, എല്ലാ സാധനവും. വിദേശികൾ, എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഭാഗമാണ്. ഇവിടെ ആനകളെ കൊണ്ടുവന്ന്, കുളിച്ച ആനകളെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാനുള്ള ഭാഗം പോവാണ്. അവിടേക്ക് കടക്കാനുള്ള എൻട്രി ഫീസ്. ടിക്കറ്റ് എടുക്കാൻ പോകും. ഒരു എലിഫൻ്റ് മയം. വലിയ സെറ്റപ്പാണ്, ചെറിയ സെറ്റപ്പൊന്നുമല്ല. ആനപ്രേമികൾക്ക് വന്ന് സന്തോഷത്തോടുകൂടി കണ്ട് ആനയുമായിട്ട് ഇടപഴകി പോകാവുന്ന ഒരു സ്ഥലം. നമ്മൾ ടിക്കറ്റ് ചാർജ് ഫോറിനേഴ്സിന് 15, ചൈൽഡിന് 7.5. അതെല്ലാം നമ്മൾ സാർക്ക് രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ, അങ്ങനത്തെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾക്ക് 10. അതല്ലാത്ത വിദേശികൾക്ക് $20. അപ്പം നമുക്ക് അതിൻ്റെ മറ്റുള്ള വിദേശികളായിട്ട് 10. അതാണ് നമുക്കുള്ള വ്യത്യാസം. ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തു. ഫോറിനേഴ്സിന് $20. നമ്മളെ സാർക്ക് രാജ്യമായ ഇന്ത്യക്ക് ഒക്കെ $10 ഉള്ളൂ. അപ്പോൾ നമ്മളിനി കാണാൻ പോവാണ്, ടിക്കറ്റുമായിട്ട് കാണാൻ പോകും. നല്ലോണം ടൂറിസ്റ്റുകൾ, വിദേശികൾ പ്രത്യേകിച്ച് വരുന്ന സ്ഥലമാണ്. ഫുള്ള് എല്ലാ സെറ്റപ്പും ഉണ്ട്. പാർക്കിങ്, ടിക്കറ്റ് കൗണ്ടറിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എന്ന് വേണ്ട ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് പോയിൻറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും വരെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇവരൊക്കെ അത് കാണാമെന്നാണ്. വിദേശികളൊക്കെ, ഒരുപാട് വിദേശികൾ, പ്രത്യേകിച്ച് ഫോറിനേഴ്സ്, യൂറോപ്പ്, അമേരിക്ക, അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ എൻട്രി പോയിന്റ് കടന്നു. ഇവിടെയൊക്കെ സെയിൽസ് കൗണ്ടേഴ്സാണ് ഒരുപാട്. നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ ബനിയൻ അയച്ചു. സിമ്പിളായിട്ടുള്ള ബനിയനിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇതേപോലെ ഉള്ള ഡ്രസ്സുകളായിരിക്കും നമുക്ക് നന്നാവുക. ചൂടെടുത്ത് പുകഞ്ഞ് നടക്കേണ്ടി വരും മറ്റും. യെസ് മാഡം, ഹൗ ആർ യു? അങ്ങനെ നമ്മൾ എലിഫൻ്റ് ഓർഫനേജിലെത്തി. ഇതാണ് ഇവരിങ്ങനെ നടന്ന് കുളിച്ച് കളിക്കുന്നതും. ഇവർക്ക് ഫുഡ് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഏരിയയിൽ മൊത്തം ആനകൾ ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഇവിടെ വരെ കൺട്രോളുള്ളതാണ്. ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരുമിച്ച് നിന്നിട്ട് വേറെ പുതിയ വലിയ അച്ഛനമ്മയല്ലാത്തവരൊക്കെ തല്ലുവിടുന്നതിന് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകാനുള്ള കഷ്ടപ്പാടുണ്ടോ വെള്ളത്തിൻ്റെ. അവിടെ നിന്ന് പായിപ്പിക്കുക പാപ്പാന്മാരെ വന്നിട്ട് തല്ലുവിടുന്നുണ്ടോ. ചെറിയ 2 മക്കളൊക്കെ ഉണ്ടോ. എന്ത് രസാലേ. ശരിക്കും നമ്മൾ പശുക്കളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് കുറേ എണ്ണത്തിനെ കാണുന്നത് പോലെ ആനനൊക്കെ നമ്മൾ 1-2 അല്ലേ കൂടിയാൽ കാണുക. തൃശ്ശൂർ പൂരത്തിന് 18 എണ്ണം ഒക്കെ നിരത്തി നിർത്തി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ട് ഉള്ളത്. പക്ഷേ ഇവിടെ കളിക്കാൻ വിട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്
എലിഫന്റ് വില്ലേജ് എന്ന് പറയും, എലിഫന്റ് ഓർഫനേജ് എന്ന് പറയും. കൂട്ടം കൂടിയിട്ട് അവിടുന്ന് പായിപ്പിക്കുകയാണ് പോയിട്ട്. ചെറിയ മക്കൾ എന്ത് രസം, അതിൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി അതാ കളിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പായിപ്പിച്ചതാ കൊണ്ടുവരുന്ന പാപ്പന്മാർ. ഇവിടുത്തെ കല്ല്, ഇതിൻ്റെ ചവിട്ടി കല്ലും ആ വെള്ളവും അതല്ലേ ഒരു റിസ്ക് കൊടുക്കും. അങ്ങനെ പാറ്റലല്ല അവിടെ. അതിലൂടെ നടന്ന് ക്രോസ് ചെയ്ത് ഈ ആന പായുന്ന മാതിരി തന്നെ പായിപ്പിക്കാൻ പറ്റണല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആനക്കൂട്ടം. ചെറിയ കുട്ടി മുങ്ങി കുളിക്കുന്നതാണ്. 2 കുട്ടികളും മുങ്ങി കളിക്കുന്നു. അതിൻ്റെ അമ്മ ആയിരിക്കും അത്. ഫുള്ള് മുങ്ങിക്കുളി. ചെറിയ കുട്ടികൾ ഫുള്ള് മുങ്ങിട്ടോ, ഫുള്ള് മുങ്ങി. ഇവിടെയാണ് ഇവരെ ശരിക്കുള്ള ക്യാമ്പ്. ഇവിടെയാണ് ഒരു 4-5 പാപ്പാന്മാർ ഇരിക്കുന്നത്. എത്ര എണ്ണുണ്ട് നിങ്ങൾ എണ്ണിയോ? എത്ര എണ്ണുണ്ട്? 17 അപ്പം നമ്മളെ നാട്ടിലെ ആനപ്രേമികൾക്ക് ഒരു സ്ഥലം ശ്രീലങ്കയിൽ. ഓക്കെ, എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. കുളിപ്പിക്കുന്നു, കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നു കുളിപ്പിക്കുന്നത്. അത് വിദേശികൾ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്താൽ നമ്മളെ കൊണ്ട് കുളിപ്പിക്കും. ചെറിയ പൈതമക്കളെ കൊണ്ട് വരെ കുളിക്കും. വെള്ളം അടിച്ചു കൊടുത്ത് കുളിപ്പിക്കുകയാണ് ചൂടിന്. അതാ വെള്ളം അടിക്കുന്നത് കാണുമ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നൊഹോ എന്ന് എന്തോന്ന് പറയുന്നത്. ഗഹ എന്ന് പറയുന്നത് നടക്കുന്നതാണ് കേട്ടോ, നടക്കുന്ന. അത് അവനോട് എന്തൊക്കെയോ കളിക്കുന്നു. അതെ, മൂത്രമൊക്കെ കുളിച്ചു. അതിനെ കൊണ്ടുപോവാണ്. അതും കുളിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിനെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. എല്ലാവരും തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടിയാണ് കയറിപ്പോവുക. അപ്പം ഓരോരുത്തർക്കും വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. കുളിപ്പിച്ചിട്ട് എല്ലാവരുടെ മേത്തും വെള്ളം അടുപ്പിച്ച് കൊടുത്ത് ഓരോരുത്തരായിട്ട് മൊത്തം എല്ലാവരെയും കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകും. നോർമലി 40-50 ആനകൾ ആണ് രാവിലത്തെ ഒരു ഇതിനുണ്ടാവുക. അതേപോലെ ഒരു 50 ആനകൾ അടുത്തൊരു ട്രിപ്പ്. ദിവസം 2 ടൈമായിട്ടാണ് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുക വരിവരിയായിട്ട്. വെയിലിൻ്റെ ചൂടിൽ പിന്നെ മേലെ ചളി വാരി എറിഞ്ഞിട്ടുള്ള പശുക്കളെ മേയിച്ച് കൊണ്ടുപോകുന്ന മാതിരി കുറേ എണ്ണത്തിന് ഒരുമിച്ചിട്ട് ആനനെ മേയിക്കുകയാണ്. ഇതിൽ കൊമ്പനാനില്ല, ഒക്കെ പിടിയാനകളാണ്. 2 പൈതങ്ങൾ കണ്ടില്ലേ നിങ്ങൾ നേരത്തെ കണ്ടേ? അത് അതിൻ്റെ അടിയിൽ കൂടെ കയറി വരുന്നത്. കൊമ്പൊറ്റൊന്നില്ല, ആ വഴി തെറ്റിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ അതിന് വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. ചെറിയ പൈതൽ, അതാ പൈതൽ. ഇതിൻ്റെ കുട്ടീൻ്റെ കൂടെ വഴി തെറ്റിച്ച് കയറി വരും. അതാ കൂട്ടമായിട്ട് പോകുന്നു. ബാക്കിൽ പാപ്പാമാർ നിന്ന് ഷോപ്പിൻ്റെ സൈഡിലൂടെ പോവുകയാണ്. പുതിയതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുക. ആനകളോടൊപ്പം നടക്കാനുള്ള ഒരു ഏരിയയാണ്. നമുക്ക് പോയി നോക്കാം. ആനയോടൊപ്പം നടക്കണം എന്നുണ്ടെങ്കിൽ നടക്കാനുള്ള ഏരിയയാണ്. ഇവിടെ അതാവുന്ന ഭ്രാന്തടിച്ച് കളിക്കുന്ന, ഇവിടെ അതാവുന്ന ഇങ്ങനെ മാന്തി കളിക്കാൻ നോക്കുന്നു. അവിടെ കൂട്ടം കൂടി നിൽക്കുന്നു.
അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. എന്താണ് അവൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഓടാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തിയ അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അത് മതളിയാനാണോ എന്നിട്ട് അതിനെ അവിടെ കെട്ടിയിട്ടതൊക്കെ കാണുന്നുണ്ട്. മലയാളിക ആനാണെന്ന് എന്നിട്ട് അതിനവിടെ തളച്ചു വെച്ചാണ്. അപ്പുറത്താ കുറേ ആനകൾ. ഫുഡ് വാങ്ങുക, ഫുഡ് കൊടുക്കുക, ഫോട്ടോ എടുക്കുക, അതാണൊന്ന്. ഇതിൻ്റെ കയ്യിൽ കൊടുക്കാം. തുറന്ന് വെച്ചു കൊടുത്തു, അത് വെച്ചു കൊടുക്കാം. അതിൻ്റെ കയ്യിൽ തൊള്ള തുറന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നാവാല എലിഫൻ്റ് ഓർഫനേജിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ക്യാൻഡിയിലേക്കാണ്. ക്യാൻഡി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ക്യാൻഡിയിലെ വിശേഷങ്ങൾ പങ്കുവെക്കാം.